ഫുഡ് ആൻഡ് ബ്ലോഗ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പം നിങ്ങളെല്ലാവരും ബ്ലോഗ് കണ്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ കുക്കിംഗ് ചാനലിൽ കുക്കിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയൊരു പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, അത് നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ആ ചാനലിൽ ആദ്യമായിട്ടാണ് അൺബോക്സിംഗ് വീഡിയോ വരുന്നത്. എന്താണെന്ന് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ സമയം പറയുന്നതായിരിക്കും. സോ അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും മിക്ക പറഞ്ഞത് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ പർച്ചേസ് ചെയ്തത് ഒരു ഓവണാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നാട്ടിൽ ഭയങ്കര ഒരു തരംഗമാണ് കേക്ക് എന്ന് പറയുന്നത്, കേക്ക് ബേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓവണാണ് മേടിച്ചിട്ടുള്ളത്. അതായത് OTG ഓവൻ, ഇലക്ട്രിക് ഓവനാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്കതൊന്ന് കാണാം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സമീസ് ഫുഡ് ആൻഡ് ബ്ലോഗിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ പോയി കണ്ടാലോ നമുക്ക് ഓവൻ അൺബോക്സ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞ ആ OTG ഓവൻ ഇതാണ് കേട്ടോ. പിന്നെ ഇത് ക്രിപ്റ്റൻ്റെ പ്രോഡക്റ്റാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഓവനാണ്. 19 ലിറ്ററാണ് ഈ ഓവൻ. അത്യാവശ്യം കുഞ്ഞു ഫാമിലിക്കൊക്കെ ഇത് മതിയാവും. പിന്നെ നമ്മൾ ബിസിനസ് പേർപ്പസിലാണ് ഒരു ഓവൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ തികയാണ്ട് വരും. ഇച്ചിരി കൂടെ വലുത് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ലതാണ് കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഓവൻ ചൂസ് ചെയ്തത്. പിന്നെ നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗ് കപ്പാസിറ്റിയാണ്, 90 ലിറ്ററാണ്. അപ്പോൾ ഇത് ലിറ്റർ വൈസിലാണ് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 1280 വാട്ടിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ബോഡി ബ്ലാക്കാണ്. പിന്നെ ഇതിലൊരു ലൈറ്റ് അഡീഷണൽ ഉണ്ട്. വിത്ത് റോട്ടിസറി ഫങ്ഷനാണ്. പിന്നെ 100 to 250 വരെ ഉള്ള ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 60 മിനിറ്റാണ് ഇതിൻ്റെ ടൈമർ. പിന്നെ അതിനോടൊപ്പം ഇത് ഷട്ട് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ബെല്ല് റിങ് ചെയ്യും. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റ്, അതായത് ഇതിൻ്റെ കോയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ എന്ന് പറയുന്നത് നല്ല ടെമ്പറായിട്ടുള്ള ഗ്ലാസ്സാണ്. പിന്നെ അതിനോടൊപ്പം കുറച്ച് ആക്സസറീസും കൂടെ ഉണ്ട്. അത് നമുക്ക് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കതൊന്ന് കാണാം. ഇനി നമുക്കിതിനെ അൺബോക്സ് ചെയ്യാം കേട്ടോ. അപ്പം വളരെ സ്ലോലി ആയിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഓപ്പൺ ആക്കുക. പിന്നെ നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടെടുക്കാം. കണ്ടില്ലേ, സൂപ്പറല്ലേ? അപ്പോൾ ഞാൻ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് അതിനോടൊപ്പം കിട്ടിയിട്ടുള്ള കുറച്ച് ആക്സസറീസ്. ഇതൊക്കെ നമുക്ക് എന്താണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു വയർ റാക്കാണ്. അതായത് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണിത്. പിന്നെ ഇത് ഹാൻഡിലാണ്. പിന്നെ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ റോട്ടിസറിക്ക് ഉപയോഗിക്കുന്ന ഹാൻഡിൽ. പിന്നെ ഇതാണ് റോട്ടിസറിക്കുള്ള ടൂള്. പിന്നെ എന്ന് പറയുന്നതാണ് ബേക്കിംഗ് ട്രേ ആണ്. ഇതിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനമാണ് ഇതിനോടൊപ്പം ഉള്ളത്. ഇനിയിപ്പം ഇതിനോടൊപ്പം നമ്മുടെ യൂസർ മാനുവൽ ഉണ്ട്. പിന്നെ വാറണ്ടി കാർഡുണ്ട്. അപ്പം ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓവൻ്റെ എല്ലാ ഫങ്ഷനിങ്ങും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ബിഗിനേഴ്സിനാണെങ്കിൽ ഇതൊന്ന് നോക്കിയൊന്ന് ചെയ്താൽ മതി, ഇതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ. പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ വാറണ്ടി കാർഡാണ്. ഇത് നമ്മുടെ കേരളത്തിലൊക്കെ ഇതിൻ്റെ കസ്റ്റമർ കെയർ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് ചൂസ് ചെയ്തത്. കൊള്ളാട്ടോ. ഇനി നമുക്കിതിൻ്റെ കവറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ കവറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നമുക്ക് ഓവൺ ഒന്ന് കാണാം. അപ്പോൾ നല്ല അത്യാവശ്യം ഫിനിഷിംഗ് ഉള്ള ഓവണാണ്. ഇതിൻ്റെ ഹാൻഡിലൊക്കെ നല്ല സൂപ്പറാണ്. പിന്നെ നല്ല ടെമ്പർ ഗ്ലാസ്സാണ്. ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതാണ് ആ കോയിൽ. 4 കോയിൽസ് ഇതിലുണ്ട്. ഈ കോയിലാണ് ഹീറ്റ് ആവുന്നത്. നല്ല സ്പേസ് ഉണ്ട്. അതായത് അത്യാവശ്യം കുഞ്ഞു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓവണാണ്. ഇനി നമുക്കിതിൻ്റെ നോബ്സൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ മെയിൻലി 3 നോബ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഫങ്ഷനിങ് നോബ്സ്. ഏത് കോയിലാണോ നമ്മൾ സ്വിച്ച് വെക്കുന്നത് ആ പോയിന്റിൽ കോയിൽ ഹീറ്റ് ആയിക്കോളും. ഇപ്പോൾ ഞാൻ കേക്കിനാണെങ്കിൽ ഡബിൾ കോയിൽ ഹീറ്റ് ചെയ്യുക, റോട്ടിസറിക്കാണെങ്കിൽ റോട്ടിസറി സിമ്പിൾ ഉണ്ടാവും, അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഹീറ്റാവും. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ടെമ്പറേച്ചറാണ് 250 ഡിഗ്രി വരെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് നമ്മുടെ ടൈമറാണ്. ഈ ടൈമർ സെറ്റ് ചെയ്യാം. പിന്നെ ഇൻഡിക്കേറ്റർ ഉണ്ട്, അതും ഇതിനോടൊപ്പം പ്രവർത്തിക്കും.
പിന്നെ നമുക്ക് മൈക്രോവേവിനെ അപേക്ഷിച്ച് നമ്മൾ OTG ഓവൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. OTG ഓവൻ വെയ്റ്റ്ലെസ് ആണ്, റേറ്റിൻ്റെ കാര്യത്തിൽ വളരെ ലോ ആണ്, ഏത് പാത്രവും സപ്പോർട്ടീവ് ആവും എന്നുള്ളതാണ്. ഏത് വോൾട്ടേജിലും ഇത് പ്രവർത്തിക്കാൻ പറ്റും. മൈക്രോവേവിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പർട്ടിക്കുലറായിട്ടുള്ള ഓരോ പാത്രങ്ങൾ മാത്രമേ അതിന് സപ്പോർട്ടീവ് ആവത്തുള്ളൂ. മൈക്രോവേവ് വളരെ വെയിറ്റ് ആണ്, റേറ്റിൻ്റെ കാര്യത്തിലും OTG ഓവനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഇനി നമുക്കിതിൻ്റെ സ്പേസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിനോടൊപ്പം കുറച്ച് ആക്സസറീസ് കിട്ടിയല്ലോ, അതിൻ്റെ യൂസ്ഫുൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് ബേക്ക് ട്രേ ആണ്. ഈ ബേക്ക് ട്രേയിലാണ് നമ്മൾ പപ്സൊക്കെ ചെയ്തെടുക്കുന്നത്. ഇത് കേക്കിനുള്ള വയർ റാക്കാണ്, ഇതിൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതെന്ന് പറയുന്നത് റോട്ടിസറി, അതായത് ചിക്കൻ ഗ്രില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ്. ഇതിൽ നമ്മൾ ചിക്കൻ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം ഇതിലൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫങ്ഷനിങ് അതിലോട്ടൊന്ന് റോട്ടിസറിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ആയിക്കോളും. പിന്നെ ഇത് ഹാൻഡിലാണ്, നമ്മൾ നല്ല ചൂടായിരിക്കുമ്പോഴത്തേക്കും ഈ ഹാൻഡിൽ യൂസ് ചെയ്ത് നമുക്ക് ട്രേ ഒന്ന് പുറത്തോട്ടെടുക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെയർ പാർട്സുകൾ കൊണ്ടുള്ള യൂസ്ഫുള്ള്. അപ്പം എല്ലാവർക്കും ഇതിൻ്റെ ഫങ്ഷനിങ്ങും ഒക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് നമ്മളുടെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ സമീസ് ഫുഡ് ആൻഡ് വ്ളോഗ് സൈനിങ് ഓഫ്.